പഞ്ചാബ് ടുഡേ എന്ന് പറയുന്ന ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം ഒരു വ്യത്യസ്തമായ വാർത്ത പുറത്തുവിട്ടു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ദുരന്തമുണ്ടായപ്പോൾ മുസ്ലിം സമൂഹവും സിഖ് സമൂഹവും അതിനോട് പ്രതികരിച്ച രീതിയെക്കുറിച്ചാണ് അവർ പ്രതിപാദിച്ചത്. എത്രമേൽ വൈരാഗ്യവും അകറ്റി നിർത്തലും വിഭജനവും ഒക്കെ ആര് ശ്രമിച്ചിട്ടും അങ്ങനെ മാറി നിൽക്കാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മാനവികതയുടെ മനോഹരമായ സഹായങ്ങളുമായി എത്തിച്ചേർന്ന മുസ്ലിം സമൂഹത്തിൻ്റെ സംഭവ വികാസങ്ങൾ അവർ സമയം ക്രമീകരിച്ചുള്ള ചാർട്ട് വിശദീകരിക്കുന്നത് പോലെ അതിൽ പറയുന്നുണ്ട്. ആ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉത്തരേന്ത്യയിലും പഞ്ചാബിലും പ്രവഹിക്കുന്നുമുണ്ട്. ആട്ടി ഓടിച്ചിട്ടും അകറ്റി നിർത്തപ്പെട്ടിട്ടും വിദ്വേഷം ചൊരിഞ്ഞിട്ടും ഒരുപാട് മനുഷ്യർ പ്രയാസത്തിലാവുകയും കഷ്ടപ്പാടിലാവുകയും അതുപോലെ തന്നെ ദുരന്തത്തിൽ അകപ്പെടുകയും ചെയ്തപ്പോൾ എങ്ങനെയാണ് മസ്ജിദുകളും മദ്രസകളും പല മുസ്ലിം സമൂഹത്തിലെ ആളുകളുടെ വീടുകളുമൊക്കെ സേവന സ്നേഹ സഹായങ്ങളുടെ കേന്ദ്രമായത് എന്നാണ് ഈ ന്യൂസ് റിപ്പോർട്ട് പറയുന്നത്. നൂറ്റാണ്ടിലൊരിക്കലൊക്കെ സംഭവിക്കുന്ന മഹാകുംഭമേളയാണ് പ്രയാഗ്രാജിൽ നടന്നത്. അവിടെ എത്തിച്ചേർന്ന ജനങ്ങളുടെ കണക്കും അവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റികളുടെ വാർത്തകളുമൊക്കെ അതിലിങ്ങനെ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചില എത്തിച്ചേരാത്തവരെയും അവിടെ എത്തി സ്നാനം നടത്തി എന്ന പേരിൽ AI ഫോട്ടോകളും പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ പ്രകാശ് രാജ് എന്ന് പറയുന്ന സിനിമാ നടനൊക്കെ അതിനെതിരെ പരാതി നൽകുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. ധാരാളം ഒരുപാട് മനുഷ്യർ അവിടെ എത്തുകയും ചെയ്തു. ഈ ഒക്ടോബർ 2024 അവിടുത്തെ ഒരു തീവ്ര ഹിന്ദുത്വവാദികളുടെ കൂട്ടായ്മ സനാതനികളല്ലാത്ത ഒരാളും അലഹാബാദിലെ പ്രയാഗ്രാജിൽ ഈ കുംഭമേള നടക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിലക്ക് പ്രഖ്യാപിച്ചു. സനാതനികൾ മാത്രമേ അവിടെ ഉണ്ടാകാവൂ. ആ പ്രയോഗം പഴയ ഗോദ്രയുടെയൊക്കെ ഭൂതകാല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ പിൻവാങ്ങുന്നതിന് കാരണമായി. അവരിതിൻ്റെ വഴിയോരങ്ങളിലും വഴികളിലും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ മാറി. കാരണം അവരുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുള്ള സനാതനിയെ കണ്ടു എന്ന് പറഞ്ഞ് മറ്റൊരു തരത്തിലാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത്. ജനുവരി 28 ആയിരുന്നു അമാവാസി അമൃത സ്നാൻ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും ക്രക്സ്. ആ ദിവസമാണ് കോടിക്കണക്കിന് പിൽഗ്രിംസ് അവിടെ എത്തിച്ചേരുന്നത്. ഇങ്ങനെ അവിടേക്ക് എത്തിച്ചേർന്ന ആളുകൾക്കിടയിലാണ് ഈ തിക്കും തിരക്കുമൊക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന വാർത്തകൾ പരക്കുന്നത്. നമ്മളുടെ ഒരു സാങ്കല്പിക കാഴ്ചയ്ക്കപ്പുറത്ത് ഈ 15 കോടി ആളുകൾ അല്ലെങ്കിൽ 10 കോടി ആളുകൾ 5 കോടി ആളുകൾ എന്നൊക്കെ പറയുന്നവർ എത്തിച്ചേർന്നാൽ നമുക്കറിയാം, ആകെ 50,000-ഓ 1,00,000-ഓ ആൾ ഒത്തുകൂടിയാൽ ആ ക്രൗഡിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇത്രയും ആളുകളാണ് അവിടെ എത്തിച്ചേരുന്നത്. കിലോമീറ്ററുകളോളം തടസ്സമായി. അങ്ങനെ തടസ്സമായ ആ സമയത്താണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് മനുഷ്യർ മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ആ മരണപ്പെട്ട വാർത്തകൾ ആദ്യമൊക്കെ മൂടിവെക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അവിടെ കൂടിയിരുന്ന ജനങ്ങളാകെയും അറിഞ്ഞ് വല്ലാത്ത പരിഭ്രാന്തിയിലായി. ഇവിടേക്ക് എത്തിച്ചേരാൻ വന്നവർ കിലോമീറ്ററുകൾക്കപ്പുറത്ത് പലതരത്തിൽ തടയപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വന്ന സ്ഥിതി വന്നു. ആ സന്ദർഭത്തിൽ തങ്ങളെ അകറ്റി നിർത്തിയവരാണെന്നോ തങ്ങളെ ആട്ടി ഓടിച്ചവരാണെന്നോ തങ്ങളെ പറഞ്ഞു വിട്ടവരാണെന്നോ കണക്കിലെടുക്കാതെ ആ പ്രദേശത്തെ മുഴുവൻ മസ്ജിദുകളും അത് തുറന്നു വെച്ച് ആ വന്ന ആളുകൾക്ക് അന്തി ഉറങ്ങാനും അവർക്കുള്ള ഭക്ഷണവും പരിക്കേറ്റവർക്കുള്ള ചികിത്സയും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ആ കഥയാണ് പഞ്ചാബ് ടുഡേ പറയുന്നത്. അതായത് അത്രമേൽ വിദ്വേഷത്തോടെ മാറ്റി നിർത്തപ്പെട്ടിട്ടും അത്തരമൊരു അവസ്ഥയുണ്ടായപ്പോൾ ഈ നാട്ടിലെ മുസ്ലിം വിഭാഗത്തിൽ വരുന്നവർ തങ്ങളെ ഒറ്റപ്പെടുത്തിയവരാണ്, അകറ്റി നിർത്തപ്പെട്ടവരാണ്, ആട്ടി ഓടിക്കപ്പെട്ടവരാണ്, അവർക്കത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ആസ്വദിക്കുന്ന ഒരു മനോഭാവമുള്ളവർ പല മതങ്ങളിലും ഉണ്ട്. വേറൊരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കൈയടിക്കുന്നവർ, ചിരിക്കുന്ന ഇമോജികൾ ഇടുന്നവർ, അവനത് വരണം എന്ന് പറയുന്നവർ, ഏതെങ്കിലും ഇതുപോലെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവിടെയൊക്കെ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ. പക്ഷേ ഇതുപോലെയുള്ള സംഗതികൾക്കൊരു ക്ഷേത്രത്തിൽ വരുന്നവർ എല്ലാവരും അതുപോലെയുള്ള ആളുകളാണ് എന്ന് കരുതുന്നത് തന്നെ എത്രയോ മണ്ടത്തരമാണ്. എത്രയോ വിശ്വാസികളാണ് വളരെ നിഷ്കളങ്കമായ വിശ്വാസത്തോടെ ഇതിലൊക്കെ പങ്കെടുക്കാൻ വരുന്നത്. ഏതായാലും പഞ്ചാബ് ടുഡേ എന്ന് പറയുന്ന ആ പത്രം വളരെ വൃത്തിയായി അതിനെക്കുറിച്ച്
ലേഖനം തന്നെ എഴുതുകയുണ്ടായി. അതായത് ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും സിഖ് കമ്മ്യൂണിറ്റിയിലും പെട്ടവർ ചായ, അതുപോലെ തന്നെ വിവിധതരം ഭക്ഷണങ്ങൾ, പിന്നെ വസ്ത്രങ്ങൾ അടക്കമുള്ളവ എല്ലാം നൽകി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടും തണുപ്പിൽപ്പെട്ട് അവർ കിടക്കുമ്പോൾ അവർക്ക് സൗകര്യമൊരുക്കിയ സംഗതിയെക്കുറിച്ച് മുഹമ്മദ് ഇർഷാദ് ബഹദൂർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തെ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ പറഞ്ഞത്, ആഫ്റ്റർ ദ സ്റ്റാമ്പേഡ് വി സോ തൗസൻഡ് സ്ട്രഗ്ലിംഗ് ഇൻ ദ ഫ്രീസിംഗ് നൈറ്റ്. വി ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ മോസ്ക് ആൻഡ് ദർഗാസ്, വെൽക്കമിംഗ് ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ ഇൻ ടു അവർ ഹോംസ്. വി എൻഷുർഡ് ദേ ഹാഡ് ഫുഡ് ആൻഡ് പ്ലേസ് ടു സേ. ദേ വെയർ അവർ ഗസ്റ്റ് ഇൻ പ്രയാഗ്രാജ് ആൻഡ് വി ഡിഡ് അവർ ബെസ്റ്റ് ടു ലുക്ക് ആഫ്റ്റർ ദം. അതുപോലെ തന്നെ ചൗക്ക് ഏരിയയിലെ മസൂദ് അഹമ്മദ് എന്ന് പറയുന്ന ആളും പറഞ്ഞത് ഇതേ ഹ്യൂമാനിറ്റിയുടെ എംഫസൈസോടെയാണ്. ഹിന്ദുസ് വെയർ പെർഫോമിംഗ് ദെയർ റിലീജിയസ് റിച്വൽ ആൻഡ് മുസ്ലിം വെയർ ഫുൾഫില്ലിംഗ് ദെയർ ഡ്യൂട്ടി ഓഫ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ്. ഇറ്റ് വാസ് അവർ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ no one suffered due to lack of food or shelter. We helped elderly pilgrims reach the station safely. We only wanted those who come here to leave with the message of humanity. അതായത് ഈ പറയുന്ന എത്തിച്ചേർന്ന ആളുകളൊക്കെയും അവരുടെ മതപരമായ ചടങ്ങ് പൂർത്തീകരിക്കുന്നതിലൂടെ അവരുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ്. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ വിശ്വാസം പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ സർവീസ് എന്ന് പറയുന്ന മാനവിക സേവനം ഏറ്റവും പ്രധാനമാണെന്ന് പഠിപ്പിച്ച പാഠം നടപ്പിലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ ഓരോ പിൽഗ്രിംസും, ഓരോ തീർത്ഥാടകരും, പ്രത്യേകിച്ച് പ്രായമായ തീർത്ഥാടകർ ഭക്ഷണവും കഴിച്ച് സന്തോഷത്തോടെ സുരക്ഷിതമായി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ അവർ പഠിക്കേണ്ട വിശ്വാസത്തോടൊപ്പമുള്ള മാനവികതയുടെ പാഠം കൂടി പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെന്നും അതിൽ സന്തോഷമുണ്ടെന്നുമാണ് അവർ പറയുന്നത്. സിഖ് സമൂഹത്തിൽപ്പെട്ടവരും ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വളരെ താല്പര്യമുള്ളവരാണ്. അവരോടൊപ്പമാണ് മുസ്ലിം സമൂഹത്തിലുള്ളവരും. ആട്ടി ഓടിക്കപ്പെട്ടുവെങ്കിലും, മാറി നിൽക്കണമെന്ന് പറഞ്ഞെങ്കിലും, സനാതനികളെ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞെങ്കിലും അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ എത്തിയത്. ഇത്രയേ ഉള്ളൂ ഈ വിദ്വേഷവും തർക്കവുമൊക്കെ. ഒരു മഹാദുരന്തം വന്നാൽ ഇതെല്ലാം വാരിക്കളഞ്ഞ് മനുഷ്യൻ ഒന്നായി ഒരുമിച്ച് മനുഷ്യരായി ജീവിക്കുക തന്നെ ചെയ്യും.